ശ്രീ ജിൻഡോ, 2023 ഇവർ പാക് എംബസി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. 2023 ഏപ്രിലിൽ ഇവർ ആദ്യത്തെ പാകിസ്ഥാൻ യാത്ര എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താണ് കേന്ദ്ര സർക്കാരിൽ വിസയ്ക്ക് അപേക്ഷിച്ച് വിസ കിട്ടി വാഗാ അതിർത്തി വരെ അങ്ങോട്ടേക്ക് പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ സർവൈലൻസ് ഈ ജ്യോതി മൽഹോത്രയുടെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിയുമ്പോൾ ഒരു അറസ്റ്റ് അവിടെ നിൽക്കില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ റഡാറുള്ള ഒരാളാണെങ്കിൽ ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ദിവസങ്ങൾ നടന്ന് നമ്മുടെ ശ്രീ മോഹൻ വർഗീസ് പറയുന്ന പോലെ നമ്മുടെ തന്ത്രപ്രധാന എന്താണ് കാര്യങ്ങൾ ചിത്രീകരിക്കാൻ അവർക്ക് ലക്ഷ്യമുണ്ട് എന്ന് കേന്ദ്രത്തിന് സംശയമുണ്ടെങ്കിൽ സംസ്ഥാനത്തോട് പറയും ഇവർ ഇത്തരത്തിൽ ട്രാക്കൊക്കെ ഉള്ള ആളാണ്, ഞങ്ങളുടെ സംശയത്തിലുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം വിളിക്കില്ല. ശ്രീ ജിൻഡോ. ഹാഷ്മി, ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജ്യോതി മൽഹോത്രയെ നമ്മുടെ ടൂറിസം പ്രൊമോഷന് വിളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ട്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. അത് ഹാഷ്മിയുടെ ചോദ്യത്തിലേക്കല്ല വരുന്നത്. ആദ്യം ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവ് എന്ന് പറയാം. അവർ ജ്യോതി മൽഹോത്ര അടക്കമുള്ള 41 വ്ളോഗർമാരെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവരുമായി ബന്ധപ്പെട്ട അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പരിശോധിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള മറുപടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതപ്പെട്ട ആളാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ എന്നുള്ളൊരു ധാരണ, ആ രീതിയിലൊരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ധാർഷ്ട്യം മുഹമ്മദ് റിയാസ് ആയാലും മുഖ്യമന്ത്രി ആയാലും ആർക്കായാലും ഉണ്ടാകാൻ പാടില്ല. ചോദ്യങ്ങൾക്ക് നേരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ, അങ്ങനെ ഏതെങ്കിലും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തിയിരുന്നു, പരിശോധനയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള 41 വ്ളോഗർമാരെ വിളിച്ചു, അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേക പരിശോധന നടത്തിയിട്ടില്ല എന്നും പറയാം. ഇതിൽ എന്തായാലും മറുപടി വ്യക്തമായിരിക്കണം. ഇനി കേരളത്തിൻ്റെ ടൂറിസം പ്രൊമോഷന് വ്ളോഗർമാരുടെ വീഡിയോ മാത്രമല്ല, കേരളത്തിൻ്റെ ഇൻലാൻഡ് ടൂറിസത്തിന് അനുബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, മറ്റ് കംഫർട്ട്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇത് രാജ്യദ്രോഹ കുറ്റം എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി ആയതുകൊണ്ടും ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പഹൽഗാം അക്രമത്തിന് ശേഷം അവരെ പ്രതിയേർക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഓർഗനൈസറോ മറ്റേതെങ്കിലും RSS സോഴ്സുകളോ പറയേണ്ട വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, എനിക്കിവിടെ ആദ്യത്തെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്, ഈ പഹൽഗാം അക്രമം നടന്ന് അതിനുശേഷം ഈ നിമിഷം വരെ ഓരോ കോൺഗ്രസ്സുകാരും ഈ രാജ്യത്ത് യഥാർത്ഥ രാജ്യസ്നേഹികളായിട്ടുള്ള ഓരോ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു. പെഹൽഗാമിൽ അക്രമം നടത്തിയ ആ തീവ്രവാദികൾ എവിടെ? അവരെ എന്തുകൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറയേണ്ടതാണ്. ഇനി ഞാൻ നേരിട്ട് ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തത്, ഈ ജ്യോതി മൽഹോത്ര ഈ രാജ്യത്തിൻ്റെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. രാജ്യദ്രോഹി എന്നാണ് BJPയുടെ പ്രതിനിധി അടക്കം പറയുന്നത്. എന്നിട്ട് എൻ്റെ ജ്യോതി മൽഹോത്രയുടെ വീടൊന്നും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഈ ജ്യോതി മൽഹോത്രയ്ക്ക് പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പേരായിരുന്നെങ്കിൽ എന്തുമാത്രം അക്രമങ്ങൾ, എന്തുമാത്രം ആക്ഷേപങ്ങൾ ഈ രാജ്യത്ത് നടക്കുമായിരുന്നു, എത്രത്തോളം വിഘടനപരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആരുടെയും വീട് തകർക്കുന്നതിന് ഞാൻ യോജിപ്പല്ല, അങ്ങനെ ഞാൻ പറയുന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല? ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇവിടെ അദ്ദേഹം ഈ ചാനലിരുന്ന് മീഡിയ 1 ചാനലിൽ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നു. എൻ്റെ ധാരണയിൽ അങ്ങനെയില്ല. അങ്ങനെ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലിൽ എന്തുകൊണ്ടാണ് BJPയുടെ പ്രതിനിധികൾ പോലും പോയിരുന്ന് ചർച്ച ചെയ്യുന്നത്? ദേശദ്രോഹികളോടൊപ്പം ചർച്ച ചെയ്യാൻ BJPയുടെ പ്രതിനിധികൾക്ക് നാണമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ എന്ത് നോക്കിയിരിക്കുകയാണ്? മീഡിയ 1 പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ മറുപടി കൂടി പറയണം. അപ്പോൾ ഉത്തരവാദിത്തമില്ല. കോടതി ലോക്കെടുത്ത് പറിച്ചു കളഞ്ഞു. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാനുസൃതമായി നിയമാനുസൃതമായി പ്രവർത്തിക്കാൻ ഏത് ചാനലിലും പറ്റുന്ന പോലെയാണ് ആ ചാനലും പ്രവർത്തിക്കുന്നത് എന്നാണ് കോടതിയിൽ നിന്ന് കിട്ടുന്ന അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പറയുന്നത്. അപ്പോൾ BJPയുടെ പ്രതിനിധി വീണ്ടും അത്തരത്തിലുള്ള ജുഗുപ്സാപരമായിട്ടുള്ള വാദങ്ങൾ പറയുന്നത് തെറ്റാണ്. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജനം TV കുറിച്ചിട്ടോ അല്ലെങ്കിൽ BJPയുമായിട്ട് കൊളാബ് ചെയ്ത് സംസാരിക്കുന്ന എത്രയോ ചാനലുകളുണ്ട്. അവരെ എല്ലാം ദേശദ്രോഹികളെന്നോ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തകരെന്നൊക്കെ അങ്ങനെ പരസ്യമായിട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് അംഗീകരിക്കുമോ? ഇനി അടുത്തത് എൻ്റെ അവസാന പോയിന്റാണ്, അത് ഹാഷ്മി ചോദിച്ചതാണ്. ജ്യോതി മൽഹോത്രയുടെ വ്ളോഗ് കണ്ടാൽ ദേശദ്രോഹിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രാജ്യത്ത് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്? 2023 മുതൽ 24 വരെയുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് പല സമയത്തായിട്ട് പാകിസ്ഥാൻ സന്ദർശിക്കും, പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരു പ്രൊപ്പഗാൻഡ വീഡിയോസ് ചെയ്തു എന്നാണ് ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നത്. കേന്ദ്ര സർക്കാർ എന്തു നോക്കിയിരിക്കുകയായിരുന്നു? നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എന്തു നോക്കിയിരിക്കുകയായിരുന്നു? ആഭ്യന്തര സുരക്ഷാ വകുപ്പ്, മറ്റ് സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ, ഇന്റലിജൻസ് ബ്യൂറോ, റോ ഇവരൊക്കെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ഇവിടെ കേരളത്തിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് വിളിച്ചു കൊണ്ടുവരുന്നത് വരെ ജ്യോതി മൽഹോത്ര അല്ലെങ്കിൽ പഹൽഗാം അക്രമത്തിൻ്റെ പേരിൽ അവർ
അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ജ്യോതി മൽഹോത്ര ഒരു ചാരപ്രവൃത്തി നടത്തുന്ന വനിതയാണെന്നോ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരവൃത്തി നടത്തുന്ന ആളാണെന്നോ രാജ്യദ്രോഹിയാണെന്നോ ദേശദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നോ ഉള്ള ഏതെങ്കിലും ഒരു വിശ്വസനീയമായിട്ടുള്ള വാർത്തയോ വിവരങ്ങളോ കേരളത്തിലോ ഈ രാജ്യത്ത് എവിടെയെങ്കിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാത്തിടത്തോളം കാലം അത് മുൻകൂട്ടി കണ്ട് ഗണിച്ച് പറയാൻ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ ഒരു സംവിധാനത്തിനും കഴിയില്ല. ഒറ്റ കാര്യം കൂടി ഹാഷ്മി, അവിടെയുള്ള ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ടൂറിസം വകുപ്പ് മന്ത്രി പറയേണ്ടത് ഞങ്ങൾ വേണ്ടത്ര അന്വേഷണം നടത്തി, അന്നേരം ഇങ്ങനെയൊന്നും കണ്ടെത്തില്ല, അല്ലെങ്കിൽ അന്വേഷണം നടത്തിയിട്ടില്ല, ഏതെങ്കിലും ഒരു വ്യക്തമായ ഉത്തരം പറയേണ്ടതുണ്ട്. ഇതില് മുഹമ്മദ് റിയാസിന്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിലുള്ള മറുപടി BJPക്ക് അവരുടെ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കാനുള്ള വടിയായി മാറി എന്നുള്ള സത്യമാണ്. ഒരു തർക്കക്കാര്യത്തിൽ വേണമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ മന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, മന്ത്രിക്ക് പറയാമല്ലോ ഈ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളില്ല, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസും രാജ്യത്ത് എവിടെയും ഇവരെപ്പറ്റി എവിടെയും ഇല്ല, ഇവർക്ക് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അങ്ങനെ ഇത്ര പണം കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, അങ്ങനെ നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മന്ത്രിക്ക് പറയാമല്ലോ. എന്തിനാണ് മന്ത്രി അതൊക്കെ മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പോട്ടെ.